ഇതെന്തോന്നാണ് എഴുതി വെച്ചേക്കുന്നത്? നമ്മുടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി എന്ന. എടാ സ്വാതന്ത്ര്യം അല്ലടാ, സ്വതന്ത്ര സ്ഥാനാർത്ഥി. ഓ, ഒരു സ്വാ കൂടി നല്ലേ ഉള്ളൂ. അറിയാൻ മാറ്റി എഴുതിയേക്കാം. നീ മാറ്റി എഴുതുമ്പോഴേക്ക് ഇലക്ഷൻ കഴിയും. ഇതെന്തോന്ന് പി കെ പ്രായിൽ നിൽക്കുന്നുള്ള? എടാ പി കെ പ്രഭാകരൻ. അടുത്ത് ഭ, അതായത് ബലൂണിന്റെ ഭ. നല്ല ആളാ പറയുന്നത്. സ്കൂളിൽ പഠിച്ചപ്പോ സ്വന്തം പേര് അബ്ദൂന്ന് എഴുതാൻ പറഞ്ഞിട്ട് അബദ്ധം എഴുതി വെച്ചവരാണ് നീ. ഞാൻ എഴുതിയതല്ലേ അബദ്ധമായുള്ളൂ, നീ ജനിച്ചതേ അബദ്ധമല്ലേ? സുബ്രഹ്മണ്യമ്മയുടെ കരച്ചിലല്ലേ കേക്കണേ? അതെ. എടാ സുബ്രനെ പാമ്പ് കടിച്ചത്. വാ, എന്റെ മോനെ പാമ്പ് കൊത്തിക്കൊണ്ട് പോയില്ല. കുളിക്കാൻ പോണു അമ്മയെന്ന് പറഞ്ഞു അമ്പലക്കുളത്തേക്ക് പോയതാണ് മോനെ. കാലിലെന്തോ കടിച്ചു അമ്മേന്ന് പറഞ്ഞു. പാമ്പാണോ മോനെ ഞാൻ ചോദിക്കേണ്ട താമസം. കിടക്കണ കടുപ്പ് കണ്ടാ വെട്ടിയിട്ട വാഴ പോലെ. അയ്യോ എനിക്ക് ജീവിക്കണ്ടായേ. ഇങ്ങനെ കിടന്ന് കരയാതെ. എടാ നീ വണ്ടി എടുക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. എന്റെ വണ്ടി എടുത്ത വാടക കിട്ടൂല, നമുക്ക് വേറെ വണ്ടി വിളിക്കാം. നിങ്ങൾ പ്രഭാകരനെ വിളിക്കുക. ഏത് പൊടിവിഷം പ്രഭാകരനെ ഇറക്കും? ശരിയാ, നമുക്ക് പ്രഭാകരനെ വിളിക്കാം. നീ ഓട്ടോ എടുക്കുക. കാര്യം ചെയ്ത് സൈക്കിൾ എടുത്തോണ്ട് പോ, ഞാൻ വേറെ വണ്ടി നോക്കാം. ഓ, ഓശാരം നിനക്ക് അറിഞ്ഞിട്ട പേരാണ്, യാതൊരു സംശയമില്ല. നിങ്ങൾ ആ വഴി തള്ളേ. നിങ്ങൾ ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂവാതെ. ഒരു പാമ്പല്ലേ കൊത്തിയത്, വേറെ കുഴപ്പമൊന്നും വരില്ല. ആള് ജാവേ ഉള്ളൂ. ദേവിയല്ല, ഞാൻ രഘുവ. വെളിച്ചപ്പാട് ഇങ്ങനെ പറയടുത്ത് നടന്നു. അവിടെ മോൻ സുബ്രനെ പാമ്പ് കടിച്ച് കിടക്കുക. നമ്മുടെ മോൻ കിടക്കണ കിടപ്പ് കണ്ടാ ഇത്തവണത്തെ ശമ്പളം വാങ്ങുമ്പോ അച്ഛനൊരു പട്ടി വാങ്ങി തരാന്ന് പറഞ്ഞു പോയതല്ലേ. കുളിക്കാൻ പോയി എന്റെ കുട്ടിക്ക് പറ്റിയ ഭഗവതി വിളിച്ചപ്പെട്ട് നിൽക്കുകയാണ്. ശുദ്ധമാക്കരുത്. ഇങ്ങനെ ഒരു കോത്തം കോമർത്തിയാണല്ലോ എനിക്ക് ഭർത്താവായി കിട്ടിയത് എന്റെ ഭഗവതി. വെളിച്ചപ്പാടെ തുള്ളുമ്പോ ശ്രദ്ധിച്ചു തുള്ളണേ, ഇല്ലെങ്കിൽ അണ്ടർവെയർ ഊരി പോകും. ഞാനത് ഇട്ടിട്ടില്ല. ആ ദാ മാവോ വരുന്നു. മാവോ നിന്നെ, നമ്മുടെ സുബ്രനെ പാമ്പ് കടിച്ചു. പ്രവേട്ടനെ എവിടെയെങ്കിലും കണ്ടോ? സാമ്രാജ്യത്വം എന്ന പാമ്പ് കാലങ്ങളായി നമ്മുടെ ഇന്ത്യയെ കൊത്തിക്കൊണ്ടിരിക്കുകയല്ലേ സഖാവേ? ആ വിഷം പ്രഭാകരന് ഇറക്കാൻ പറ്റുമോ? അല്ല മാഷേ, ഈ പ്രഭാകരന് ശരിക്കും വിഷറക്കാൻ അറിയോ? അതോ അവൻ അറിഞ്ഞുകൂടാത്ത എന്താന്ന് ചോദിക്കേ? വിഷ ചികിത്സ, ലാടവൈദ്യം, ദേഹെണ്ണം, ബാധ ഒഴിപ്പിക്കില്ല, അങ്ങനെ സകലമാന തരികയുണ്ട്. അതെ, ജാക്ക് ഓഫ് ആൾ, മാസ്റ്റർ ഓഫ് നത്തിങ്. ഹലോ, ആ ഇളപ്പാ, അമ്പപ്പം പറപ്പത്തിട്ടേ ഉള്ളൂ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? നമ്മുടെ വീടിന്റെ മുന്നിൽ നിർത്തി 1 മണിക്കൂർ കൊട്ടിച്ചിട്ട് പള്ളിയിലോട്ട് വിടൂ. കാശ് മുടക്കിയത് നമ്മളല്ലേ? ഇതിൽ മിക്കവാറും പ്രവേട്ടം കാണും. ഇതിനിടെ എങ്ങനെ തപ്പിയെടുക്കാനാണ്? ചാണ്ടി, പ്രവേട്ടനെ കണ്ടോ? സുപ്രനെ പാമ്പ് കടിച്ചു. സാരമില്ല, പൊക്കിളിന് താഴെ 10 ഇഞ്ചക്ഷൻ എടുത്താ മതി. അതിന് പട്ടിയല്ല, പാമ്പാ കടിച്ചത്. നിന്നെ പെരുന്നാൾ കൊളാക്കാതെ കൊട്ടി തീർത്തിട്ട് പോടാ. തീർത്തിട്ട് പോടാ. മുഴുവൻ കാശും ഞാൻ മുൻകൂറായി തന്നെ അല്ലേടാ. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർനയങ്ങൾക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി കെ പ്രഭാകരൻ നടത്തുന്ന 41 ദിവസത്തെ അഖണ്ഡ മഹായജ്ഞം. ദിവസം 1 മണിക്കൂർ വീതം.
പിടിച്ചു, വേഗം വാ. യജ്ഞം ഒന്ന് തീർന്നോട്ടെ. തീർന്നോട്ടെ, പക്ഷെ അപ്പോഴേക്കും അവന്റെ യജ്ഞം തീരും. ഉറപ്പാണോ? ഉറപ്പാ. കിടക്കണ കിടപ്പ് കണ്ട അറിയാം, രാജവമ്പാലെ കടിച്ചേക്കണത്. പാമ്പ് ഏതാണെന്നൊക്കെ ഞാൻ നിശ്ചയിച്ചോളാം. നീ പോയി ആദ്യം മൈക്ക് എടുത്തോണ്ട് പോവാ. ഈശ്വര അല്ലാ തേരേ നാം സബ്കോ സന്ന. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ള വോട്ടർമാരെ, സുബ്രഹ്മണ്യനെ പാമ്പ് എന്ന വിഷജന്തു കടിച്ചത് മൂലം വിഷമിറക്കാനുള്ളത് കൊണ്ട് ഇന്നത്തെ അഖണ്ഡ മഹായജ്ഞം 15 മിനിറ്റ് മുമ്പേ നിർത്തുകയാണ്. ആരും ദുഃഖിക്കരുത്. പകരം നാളെ 15 മിനിറ്റ് കൂടുതൽ നിൽക്കുന്നതായിരിക്കും. വെളിച്ചപ്പാടെ, നിങ്ങളുടെ മോനൊരു കഥയില്ലാത്തവനായിരുന്നെങ്കിലും ആളൊരു പാവമായിരുന്നു. അതുകൊണ്ടാ പറയുന്നത്, ഈ ലാട വൈദ്യന്റെ ലൊട്ടിലൊടുക്ക് പരിപാടിക്ക് നിൽക്കാതെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുവന്ന് നോക്ക്. പാമ്പിന് 7 പല്ലോ. എന്താ പ്രഭാകര, സുബ്രൻ എവിടെ പോയിന്നാ പറഞ്ഞത്? കുളിക്കാൻ വേണ്ടി അമ്പലക്കുളത്തേക്ക് പോയതാണ് മോനെ. കാലുമ്മ എന്തോ കടിച്ചു അമ്മേന്ന് പറഞ്ഞു. പാമ്പാണോ മോനെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് വെട്ടിയിട്ട വാഴ പോലെ. ഓ, ഒന്ന് നിർത്തുതള്ളേ. അമ്പലക്കുളത്തിൽ എവിടെയാ കൈതമുള്ളു? അതെ, ഇത് പാമ്പ് കടിച്ചൊന്നുമല്ല. കൈതമുള്ളു കാലിൽ കയറിയപ്പോഴേ പേടിച്ച് ബോധം കെട്ട് വീണതാ. കൈതമുള്ളോ? പരീക്ഷിക്കുകയാണോ? ഈ നാട്ടില് കൈതയുള്ളത് വടക്കേപ്പാട്ട് സുശീലയുടെ കുളത്തിൽ മാത്രമാ. ഈ നട്ടുച്ച നേരത്ത് വടക്കേപ്പാട്ട് സുശീലയുടെ കുളത്തിൽ തന്നെ കുളിക്കണം ഇവനെന്താ തോന്നാൻ കാരണം? നാരായണേട്ടത്തിയേ, ചെക്കന് വേഗം ഒരു പെണ്ണ് നോക്ക്, അല്ലെങ്കിൽ കൈതമുള്ളി ഇതേപോലെ ഇനിയും കൊത്തും. ഇങ്ങനെ തുള്ളിയിട്ടൊന്നും കാര്യമില്ല ചേട്ടത്തി. മോന്റെ കമ്പനി അച്ഛന്റെ സ്റ്റെപ്പിനിയാ. നാരായണി, അതെ. കറകളഞ്ഞ ഗാന്ധിയനായ എന്റെ അഭിവന്ദ്യ പിതാവേ, കടുത്ത തീവ്രവാദിയായ എന്റെ ജ്യേഷ്ഠ പിതാവേ, കല്ലും മുള്ളും നിറഞ്ഞ ദുർഘടമായ എന്റെ സമരവാദിയിൽ ഇടവും വലവും നിന്ന് കാത്തുകൊള്ളണേ. ഈ പൊതുപ്രവർത്തകന് വെളിച്ചമായിരിക്കണേ. ഭാരത് മാതാ കി ജയ്. രഘുപതി രാഘവ രാജാ. ഇനിയെങ്കിലും നിനക്ക് ഈ കോപ്രായം നിർത്തിക്കൂടെ പ്രഭാകര? ഇതില് നൂറ്റിട്ടാണോ നീ ഇനി തുണി ഉടുക്കാൻ പോണത്? ഹോ, ആളുകൾ കണ്ട കളിയാക്കൂലോ ഭഗവതി. ഇതിലൊരു 2 തിരിതിരിച്ച് ദിവസം തുടങ്ങിയാൽ കിട്ടുന്നൊരു ഓജസ്, സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം, ഇതൊക്കെ ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരണോ? അതും ഗാന്ധിയൻ പരമനായരുടെ ഭാര്യയായ അമ്മയ്ക്ക്. ആ, നീ ഒരാൾ ഈ ചർക്കയും തിരിച്ചിരുന്നോണ്ട് ലോകം നന്നാവാൻ പോണുണ്ടോ? ആ ചിന്തയാണ് കുഴപ്പം. ഈ ചോദ്യം അമ്മ മാത്രമല്ല, ലോകത്തിലെ എല്ലാ മാതാക്കളും അവരുടെ മക്കളായ പൊതുപ്രവർത്തകരോട് ചോദിച്ചിട്ടുണ്ട്. എന്തിന് ഗാന്ധിജിയുടെ അമ്മ പുത്തലിബായി പോലും. അത് കേട്ട് മഹാത്മാവ് ഒരു വക്കീലായിട്ട് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നോ? അല്ല, അതിപ്പോ കിട്ടുമായിരുന്നോ ഇല്ലയോന്ന് പറ. ഇല്ല. എങ്കിൽ ചായ തന്നോളൂ. ആട്ടുംപാൽ ഒഴിച്ചാണല്ലോ അല്ലേ? അല്ല, പിന്നെ കറക്കാരായ ആടുകളെ നീ കൊണ്ടൊന്ന് നിരത്തി നിർത്തിയിരിക്കല്ലേ? തെക്കേലെ പൈ പറ്റൂ. ഇന്ന് മുതൽ അവിടുന്ന് പാല്. അയ്യോ, പശുമ്പാലോ? അമ്മേ, പശു ഗോമാതാവാണ്. ഗോമാതാവിന്റെ പാൽ അതിന്റെ കുഞ്ഞുങ്ങൾക്കുള്ളതല്ലേ? ആ, അപ്പൊ ആടുമാതാവിന്റെ പാൽ അതിന്റെ കുഞ്ഞുങ്ങൾക്കുള്ളതല്ല. എന്നാലും ഇന്ത്യൻ സംസ്കാരം അറിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്. ആ, എങ്കിൽ കട്ടൻ ചായ കുടിക്കണം. അല്ല, രാവിലെ ഈ നേരത്തിറങ്ങിയ നീ വന്നു കയറുന്നത് പാതിരയ്ക്കാ. ഊണും ഉറക്കവും ഇല്ലാതെ എന്ത് കാര്യത്തിനാ പ്രഭ ഇങ്ങനെ? ഞാനെന്താ സർക്കാർ ഉടമസ്ഥനാ? ഒരു രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമാകുമ്പോ നമുക്കങ്ങനെ നേരവും കാലമൊക്കെ നോക്കി പ്രവർത്തിക്കാൻ പറ്റുമോ? പക്ഷെ രാഷ്ട്ര നിർമ്മാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരു കൂര വേണ്ട പ്രഭേ. എത്ര നാളാച്ചിട്ട് ഇങ്ങനെ വല്ലവരുടെ വീട്ടില്? വല്ലവരുടെയും വീടോ? എന്റെ അമ്മയുടെ സ്വന്തം അനിയന്റെ, അതായത് എന്റെ ചെറിയമ്മാവിന്റെ വീട്. അതെങ്ങനെ വല്ലവന്റെ വീടാവുന്നത്? നമുക്കും വല്യമ്മാവനും കൂടി ഈ വീട് എടുത്തോളാൻ ചെറിയമ്മാവൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? പറച്ചിലൊക്കെ ശരി തന്നെയാ. എന്നാൽ എപ്പോഴെങ്കിലും അവർക്ക് ബോംബെയിലെ താമസം മാറ്റി നാട്ടിലേക്ക് പോരണമെന്ന് തോന്നിയ? നമ്മൾ എല്ലാരും കൂടി ഒരുമിച്ച് ഇവിടെ താമസിക്കുന്നു. അമ്മയൊന്ന് സമാധാനായിട്ടിരിക്കുന്നു.
അമ്മാവൻ എന്തായാലും നാട്ടിൽ വന്ന് താമസിക്കാനൊന്നും പോകുന്നില്ല. മാത്രമല്ല ഈ പഞ്ചായത്ത് ഇലക്ഷന്റെ റിസൾട്ട് വരട്ടെ. അത് കഴിഞ്ഞാ പിന്നെ ഈ 8ാം വാർഡിലെ മെമ്പറെ ഈ പ്രഭാകരന്. പിന്നെ നമ്മളൊരു കലക്കില്ല ഇവിടെ. പിന്നെ ഗവർണറുടെ ശമ്പളമല്ലേ പഞ്ചായത്ത് മെമ്പർക്ക്. ഈ ഭാരതമെന്നാൽ പാലിൻ നടുവിൽ. ആഹാ, നിന്റെ വല്യമ്മാവനിന്ന് രാവിലെ തുടങ്ങിയല്ലോ. ഗോമതിയെ, കച്ചേരി രാവിലെ തുടങ്ങി. ഇലക്ഷൻ പ്രമാണിച്ച് കള്ളുഷാപ്പിനൊക്കെ അവധിയാണല്ലോ. പിന്നെ എവിടെ നിന്ന് കിട്ടുന്നു ആവോ? 3-4 ദിവസം കള്ളുഷാപ്പിന് അവധിയാന്ന് കേട്ടപ്പോ മനസ്സിന് ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നത്. ഇതൊക്കെ എവിടെ നിന്ന് സംഘടിപ്പിക്കുന്നു? ഞാനും നിന്നെ പോലെ ഗാന്ധിയനായ എന്റെ പ്രഭാകര. എന്തോന്ന്? നീ ചർക്കമേലും 100 ദിവസം തുടങ്ങുന്നത് പോലെ ഞാൻ വാറ്റി ദിവസം തുടങ്ങാൻ തീരുമാനിച്ചു. നമ്മുടെ കുന്നുംപുറത്തെ ദക്ഷായണി വാറ്റത്തിന്റെ 2 വെട്ട് ഗ്ലാസ് നിറയെ ചാരായ ഞാൻ കുടിച്ചിട്ട് ആ ബിവറേജ് കോർപ്പറേഷന്റെ മുമ്പിൽ ചെയ്യുന്നതിന് ഞാൻ പറഞ്ഞു വിളിച്ചോണ്ട് പോ. ഇങ്ങോട്ടൊന്ന് വന്നേ, നമുക്ക് പിന്നെ സംസാരിക്കാം. ചെല്ലി വലിയ മോൻ ചെന്ന് കുളിക്കാൻ നോക്ക്. അതൊക്കെ പക്ഷേ വിദേശ മദ്യം ആയിക്കോട്ടെ. വിദേശ മദ്യം ബഹിഷ്കരിക്കുക. വിദേശ മദ്യം അമ്മേ, രാധയോടെ ഷർട്ടൊന്ന് വേഗം സ്ത്രീട്ട് നീ വെക്കാൻ പറ. തന്നെ ചെയ്തേച്ചാ മതി. അവളെ കിഴക്ക് വെള്ള കയറിയപ്പോ പാടത്തേക്ക് ഇറങ്ങിയതാ. കഞ്ഞി പോലും കുടിക്കാൻ വന്നിട്ടില്ല. അവക്ക് പാടത്തെന്താ പണി? വായ്നോട്ടം.